മുസ്ലിം രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെന്നും അവരുടെ 2020 നിർമ്മിക്കപ്പെട്ട അബ്രഹാം അക്കോർഡ് എന്ന കരാർ വ്യവസ്ഥയിൽ ഒപ്പിടണമെന്നുമാണ് മുസ്ലിം രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നത്. അതല്ലെങ്കിൽ മോശപ്പെട്ട കാലാവസ്ഥയാണ് നിങ്ങളുടെ രാജ്യത്ത് വരാൻ പോകുന്നത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംവിധാനത്തോട് അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഒരു വീഡിയോ കോൺഫറൻസ് ആണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ആ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ വലിയ രീതിയിലുള്ള ദാരുണമായിരിക്കുന്ന ഫലം നിങ്ങൾക്കുണ്ടാവും. അത് പാലിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങളുണ്ടാവും എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന ഭാവിയിൽ ഇറാൻ പോലും ഇത് പാലിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നുകൂടി തള്ളി മറിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളൊക്കെ ഈ വിഷയം കേട്ടുകൊണ്ട് ഞെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തുണ്ടായത്. പാകിസ്ഥാനെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് നിലപാട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അവർക്കും ഞെട്ടലുണ്ടാക്കി. കാര്യം ഇസ്രായേലിനെ അംഗീകരിക്കുന്ന സ്ഥിതിയും അവരുടെ അബ്രഹാം കരാറിനെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന രാജ്യങ്ങളൊന്ന് പാകിസ്ഥാനാണ്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വിഷയങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരെ കൂടി ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരെ കൂടി ഒരു പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളത് കൃത്യമാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇറാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വലിയ രീതിയിൽ അവരുടെ എയർപോർട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയങ്ങളൊക്കെ അമേരിക്കയുടെ ഡെമോക്രാറ്റുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ്. പൂർണ്ണമായ രീതിയിൽ പാകിസ്ഥാൻ ഏത് തരത്തിലാണെങ്കിലും വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ആ രാജ്യത്തിൻ്റെ അകത്ത് എല്ലാ കാലത്തും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ, കലാപങ്ങൾ, പ്രശ്നങ്ങൾ, പ്രധാനമന്ത്രി ജയിലടക്കുന്ന പ്രധാനമന്ത്രി പുറത്തു വന്നാൽ അടച്ചിരിക്കുന്ന സൈനിക കമാൻഡറെ വീണ്ടും ജയിലടക്കുക, ഈ തരത്തിലുള്ള ഒരു നാടകം നടക്കുന്ന ഒരു രാജ്യമാണ് അവിടെ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിനകത്താണ്. അപ്പോൾ അതെന്താണ് കുറ്റം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിരിക്കും വരുന്നത്. ഇതിനിടയിൽ മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു ദുഃഖകരമായിരിക്കുന്ന ഒരു വിവരമാണ് പറയാനുള്ളത്. ഇമ്രാൻഖാൻ മരണശയ്യയിലാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവരുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടായി. അവിടുത്തെ സുപ്രീം കോടതിയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് അനുമതി നൽകി. കുടുംബത്തിന് ജയിലിൽ പോയിട്ട് സന്ദർശിച്ചു. അപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല. ആ രീതിയിലാണ് പിന്നീട് അതിൻ്റെ ആ വിഷയം, ആ കൊടുങ്കാറ്റല്ലോ അവസാനിച്ചത്. അവിടെ വലിയൊരു ശതമാനം, 15% മേലെ ഷിയാക്കളുടെ രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരെ വിഷയങ്ങൾ ഉണ്ടായിക്കാണെങ്കിൽ അവിടെ ഈ ഷിയ വിഭാഗം ഇളകി മറിയും. അപ്പോൾ പിന്നെ വിഷയം ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ സുന്നി വിഭാഗവും ഷിയ വിഭാഗവും ഏറ്റുമുട്ടുന്ന സ്ഥിതികളുണ്ടാവും. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും സാധ്യമാവില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. അവരെ കൂടി ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്താണ് ട്രംപ് കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. 2020 സെപ്റ്റംബർ മാസത്തിലാണ് ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു കരാർ വ്യവസ്ഥ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുന്നത്. ആ പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ UAE, ബഹ്റൈനിൽ അതിൽ ഒപ്പുവെച്ചു. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൊറോക്കോ, സുഡാന് പിന്നീട് അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഒപ്പുവെക്കാൻ വേണ്ടി ഏറെക്കുറെ ചർച്ച നടക്കുന്നതോടനുബന്ധിച്ചാണ് പിന്നീട് ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ റൂട്ട് മാറി, പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറി. അപ്പോൾ പിന്നെ വലിയ വിഷയങ്ങളായതോടുകൂടി അതാണ് പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി വന്നത്. പിന്നീട് ഇവിടെ ചേരുന്നതുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇറാനെ രണ്ടാം ഘട്ടത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്നത്, അത് ഇന്നലെ ആക്രമിച്ചു എന്ന് പറയുന്നത് അത് ഇറാനെ പേടിപ്പിക്കാനൊന്നുമല്ല. ഇറാൻ പേടിക്കില്ലെന്ന് അവർക്കറിയാം. വേണമെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാൻ വേണ്ടി അറിയാം എന്നുള്ളത് അവർക്കറിയാം. തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോൺ തകർത്തിട്ടുണ്ട്, F-35 യുദ്ധവിമാനം തകർത്തിട്ടുണ്ട്. അവരുടെ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത് ഈ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഈ സംഭവങ്ങളൊക്കെ നടന്നത് യഥാർത്ഥത്തിൽ ഇത് നടത്തിയത് അറേബ്യൻ രാജ്യങ്ങളെ പേടിപ്പിക്കാനാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഞങ്ങൾ അവിടെയും ആക്രമിക്കും എന്നതിനൊരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയകാര്യങ്ങൾ ഉണ്ടായത് എന്ന് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റൂട്ടുകളൊക്കെ മുൻപത്തെ പോലെയല്ല, റൂട്ട് മാറിയിട്ടാണ് ഇപ്പോൾ വാഹനം യാത്ര ചെയ്യുന്നത്. അഥവാ എല്ലാ കാലത്തും അമേരിക്കയുടെ നയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ
ഇപ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക അങ്ങനെ വ്യതിചലിക്കുകയാണ് എന്ന് പറയുന്നിടത്തെ കാര്യങ്ങൾ പോകുന്നു. കാര്യം വീണ്ടും ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ സൈനിക ബേസ് ഒഴിവാക്കിയിട്ട് വീണ്ടും ആക്രമിക്കുമെന്ന് പറഞ്ഞതോടുകൂടി വല്ലാത്ത രീതിയിൽ പെട്ടിരിക്കുകയാണ് ട്രംപ്. അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തന്ത്രം പ്രയോഗിച്ചത് എന്ന് കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.